ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പി ജോസഫ് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞിട്ടില്ല, മോൻസി ജോസഫ് മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞിട്ടില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, യോജിച്ച കേരള കോൺഗ്രസ് പാർട്ടിയിൽ കെ എം മാണി സാറിന്റെ മകൻ ജോസ് കെ മാണിയെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാനും ജോയി എബ്രഹാം ഉൾപ്പെടെയുള്ള പാർട്ടി ഭാരവാഹികളല്ലേ, ഞങ്ങളല്ലേ അതിനുള്ള എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത്. ഞങ്ങളത് നേതൃത്വം കൊടുത്ത് ചെയ്തേ. ജോസ് കെ മാണി തോറ്റുപോയല്ലോ ആദ്യത്തെ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ. പാർട്ടി 2 പാർട്ടിയായിരുന്നു ആരും. അദ്ദേഹം പാർലമെന്റിൽ മത്സരിച്ച് തോറ്റു. മൂവാറ്റുപുഴ പാർലമെന്റിൽ ആദ്യം മത്സരിച്ച് പരാജയപ്പെടുകയാണ്. 2000 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് തന്നെ അദ്ദേഹം പിന്തള്ളപ്പെടുകയാണ് ആദ്യത്തെ മത്സരത്തിൽ തന്നെ. അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൽ കേരള കോൺഗ്രസിന്റെ ഇതുപോലെ ഞങ്ങൾ പറയണം മക്കൾ രാഷ്ട്രീയമാണ് കൂടിയിരുന്നല്ലോ പറഞ്ഞത്. മാണി സാർ ആഗ്രഹിച്ചതുപോലെ ജോസ് കെ മാണിയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കൈപിടിച്ചു ചേർന്നതിന് പാർട്ടി വൈസ് ചെയർമാനാക്കാൻ, പാർലമെന്റ് മെമ്പറാക്കാൻ, പിന്നീടുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുക ചെയ്തേ. മക്കൾ രാഷ്ട്രീയത്തെ ഞങ്ങൾ എതിർത്തിട്ടുമില്ല, അതിനെതിരായി ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മാണി സാറിന്റെ മകനെ തന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കാര്യമായ സപ്പോർട്ട് കൊടുത്തവരാണ് ഞങ്ങൾ. ഞങ്ങളെയൊക്കെ ചവിട്ടി പുറത്താക്കി അദ്ദേഹം ഒറ്റയ്ക്ക് പിന്നെ പോയെന്നുള്ള വേറെ കാര്യം. പിന്നീട് ലോക്സഭ കഴിഞ്ഞപ്പോൾ അടുത്ത രാജ്യസഭ. ആ രാജ്യസഭ വന്നപ്പോൾ മക്കൾ രാഷ്ട്രീയം കൊടുക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലല്ലോ, ഞങ്ങൾ മാണി സാറും എല്ലാവരും ആഗ്രഹിച്ചു. ജോസ് കെ മാണി പാർലമെന്റിൽ കോട്ടയം പാർലമെന്റ് 1.5 വർഷം ബാക്കി നിൽക്കുമ്പോൾ അദ്ദേഹം രാജിവെച്ചു. രാജിവെച്ചതിന് ശേഷം പിന്നീടാണ് രാജ്യസഭയിലേക്ക് വരും. അപ്പൊ രാജ്യസഭയിലേക്ക് വരുമ്പോൾ ഇത് മറ്റൊരാൾ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാർട്ടി ചർച്ച ചെയ്തു. അന്ന് പല പേരുകളും അങ്ങനെ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ജോസ് കെ മാണി തന്നെ രാജ്യസഭയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു സൂചന കിട്ടി. അത് നേതാക്കളുടെ യോഗത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ പറയുകയാണ് അത് മക്കൾ രാഷ്ട്രീയം ഞങ്ങൾ ആരും എതിർത്തില്ലല്ലോ. മാണി സാറിന്റെ മകനായതുകൊണ്ട് തന്നെ അദ്ദേഹം രാജ്യസഭയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാലാകാലങ്ങളിലുള്ള തീരുമാനങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിന്നിട്ടുള്ളത്. ഞങ്ങൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ ഒരു പ്രസ്താവനയ്ക്കും ഇതുവരെ പോയിട്ടില്ല. പക്ഷേ പി ജെ ജോസഫ് സാറ് പിന്നെ ഇതുവരെ എടുത്തിരുന്ന നിലപാട് അദ്ദേഹത്തിന്റെ മകനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലും ആക്കുക എന്ന നിലയിൽ മറ്റു നേതാക്കളൊക്കെ പലരും ചെയ്തതുപോലെ അദ്ദേഹം ചെയ്തുമില്ല. അതിനെ അബു ജോസഫിനെ MP യോ MLA എന്തുള്ള ആൾക്കാരെന്നല്ലോ പി ജോസഫ് സാറിനെ ഈ പാർട്ടി നയിക്കുന്നു. അതൊന്നും അങ്ങനെ ചെയ്തില്ല. ഇപ്പോൾ അതിന്റെ ഒരു നാച്ചുറൽ കോഴ്സ് സ്വാഭാവികമായ സമയത്ത് അദ്ദേഹം വിവിധങ്ങളായ സ്ഥാനങ്ങൾ വഹിച്ചതിന് ശേഷം പാർട്ടിയുടെ ഏറ്റവും സജീവമായ ഒരു ലീഡർഷിപ്പ് പ്രവർത്തിക്കുന്ന ആളായി മുന്നോട്ട് പോയതിനു ശേഷം ഞങ്ങൾ പാർട്ടി ലീഡർഷിപ്പിൽ പുനഃക്രമീകരണം വരുത്തിയപ്പോൾ ഭാവി രാഷ്ട്രീയത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് അബു ജോസഫും തീർച്ചയായിട്ടും ഒരു മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സ്വാഭാവികമായിട്ട് എടുത്ത തീരുമാനമാണ്. അത് ഏകണ്ഠമായിട്ട് എടുത്ത തീരുമാനമാണ്. ഞങ്ങൾ നേരത്തെ അവരെ ആരെയും എതിർത്തിട്ടുമില്ല, ഒരു എതിർത്തിട്ടും പോയിട്ടുമില്ല.